അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 9 വയസ്സുകാരിയുടെ പിതാവ് ഡോക്ടറെ വെട്ടി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്നാണ് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. സനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള നിർണായകമായ വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ടി നന്ദഗോപാൽ ചേരുന്നു വിവരങ്ങൾ നൽകാനായി. നന്ദു, ഡോക്ടറുടെ പരിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടറുടെ തലയ്ക്കാണ് വെട്ടേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എപ്പോഴായിരുന്നു ആക്രമണം? മറ്റ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ സനൂപ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മകൾ 9 വയസ്സുകാരിയായ കുട്ടി മാസങ്ങൾ മുൻപ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ കുടുംബം താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ആ വാർത്ത ഉൾപ്പെടെ നമ്മൾ കൊടുത്തതാണ്. അന്ന് ഇവർ പറഞ്ഞത് ഈ ആശുപത്രിയിൽ നിന്നും കാര്യമായ ചികിത്സയൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം തന്റെ മകൾക്ക് ഈ രോഗമല്ല ബാധിച്ചത്, എല്ലാവരും ചേർന്ന് തങ്ങളെ ചതിക്കുകയാണ് എന്നുൾപ്പെടെ പറഞ്ഞ് ഈ വെട്ടിയ വ്യക്തി സനൂപ് ഇവിടെ നാട്ടിലൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും നടന്നിരുന്നു. അതിനിടെ ഇന്ന് രാവിലെ സൂപ്രണ്ടിനെ അന്വേഷിച്ചാണ് ഈ സനൂപ് ഇങ്ങോട്ട് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സൂപ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ വെട്ടേറ്റ ഡോക്ടർ വിപിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊടുവാൾ ഉപയോഗിച്ച് ഈ സനൂപ് വെട്ടുകയായിരുന്നു. എന്താണ് കൂടുതൽ കാര്യങ്ങൾ എന്നത് അറിയില്ല. കൃത്യമായ പ്രകോപനത്തിന് കാരണം എന്താണ് എന്നത് വ്യക്തതയില്ല. ഏതായാലും സനൂപിനെ ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഡോക്ടറെ ഇപ്പോൾ തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഡോക്ടറെ ഇവിടെ നിന്നും കോഴിക്കോടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്ക് തലയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. സനൂപിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട കാരണം, അതായത് തന്റെ മകൾക്ക് നീതി ലഭിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്നതാണ് നിലവിൽ അവിടെ നിന്നും ആളുകൾ നമ്മളോട് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ സനൂപിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സനൂപ് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. സനൂപിനെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഈ കാര്യത്തിൽ ലഭിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ കുടുംബം വലിയ അതൃപ്തിയിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് നേരത്തെ തന്നെ ഈ കുടുംബം താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എവിടെ നിന്നുമാണ് തന്റെ മകൾക്ക് ഈ രോഗം ബാധിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാത്തതും വലിയ അതൃപ്തി ഈ കുടുംബത്തിനെ സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗം ബാധിച്ചിട്ടില്ല എന്നുൾപ്പെടെ നിരന്തരം ഇയാൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ലഭിക്കുക. ഈ ഡോക്ടർ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണോ? അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുവാണോ? തലയ്ക്ക് കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. തലയ്ക്കാണ് വെറ്റേറ്റിട്ടുള്ളത്. ആഴത്തിലുള്ള മുറിവുണ്ട് എന്ന് അവിടെ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നിന്നും ആംബുലൻസിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും. ഇവിടെയായിരിക്കും ചികിത്സ നൽകുക.